friends, welcome back to my channel. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വീഡിയോയിൽ സേഫ് ആയിട്ട് ഇരിക്കുകയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നിങ്ങളുടെ ഹെൽത്ത് നന്നായിട്ട് കെയർ ചെയ്യുക. അതേപോലെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലുകളിൽ നിന്നും വാങ്ങിക്കുന്ന ഫുഡുകളൊക്കെ ഇതിനോടകം തന്നെ നമ്മുടെ അടുക്കളയിൽ പരീക്ഷിച്ച് കാണും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡിൻ്റെ സെക്ഷനായിരിക്കും അറേബ്യൻ ഫുഡ് അല്ലേ? അപ്പോൾ നമ്മളിപ്പം ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഒരു ഗ്രിൽ ചിക്കനോ അല്ലെങ്കിൽ ഒരു ഷവർമയൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു പാത്രത്തിൽ ഒരു ബൗളിൽ ഒരു ഐറ്റം കൂടി കൊണ്ടുവന്ന് വയ്ക്കാറുണ്ട്, മയോണൈസ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് മയോണൈസ് വീട്ടിൽ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യണമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യണമെന്നും അതേപോലെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 മുട്ടയുടെ വെള്ള, ഒരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി, പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വേണ്ടത്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി അല്ലെങ്കിൽ നമുക്ക് നാരങ്ങാനീരും ഉപയോഗിക്കാം. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നമ്മുടെ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മയോണൈസ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മിക്സിയിൽ 3 ജാറുകളില്ലേ, അതിൽ കുഞ്ഞ് ജാറില്ലേ നമ്മൾ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജാറ്, അതിലേക്കാണ് ഞാൻ മുട്ട ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ്. അടുത്തത് നമുക്കിതിലേക്ക് വിനാഗിരി ഇട്ട് കൊടുക്കാം. വിനാഗിരി 1 ടേബിൾ സ്പൂണാണ് ഇടേണ്ടത്. ഞാനിപ്പം ഇട്ടത് കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ആവാത്തതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ. ഓക്കെ, അടുത്തത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒരു നുള്ള്. പിന്നെ നമ്മളിടാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ചേരുവകളെല്ലാം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കുക, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുക, പിന്നെയും ബീറ്റ് ചെയ്യുക, പിന്നെയും സ്റ്റോപ്പ് ചെയ്യുക, അങ്ങനെ ബീറ്റ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്തായി അവസ്ഥയെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇനിയും കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. കണ്ടോ, നമ്മുടെ മയോണൈസിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കൂ, ഒരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, നമുക്ക് ഇതിലേക്ക് 1 തവണ കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
യെസ്, അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്, കണ്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് പകർത്തി കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് വളരെ സിമ്പിളാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഗ്രിൽ ചിക്കനോ അങ്ങനെ അറേബ്യൻ ഡിഷസ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും മയണൈസ് നമ്മളിനി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് വീട്ടിൽ തന്നെ എളുപ്പം പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയണം കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം, ഇതിൻ്റെ ടേസ്റ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറയണം. സോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ എളുപ്പമാണ് മയണൈസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.